നമ്മുടെ ബഹിരാകാശത്തെ അത്ഭുതപ്പെടുത്തുന്ന തന്മാത്രാ കണ്ടെത്തലുകളെക്കുറിച്ച് അറിയാൻ തയ്യാറെടുക്കൂ. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ജ്യോതിശാസ്ത്രജ്ഞർക്ക് എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലും വിദൂര നെബുലകളിലും തന്മാത്രകളെ കണ്ടെത്താൻ കഴിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അയൽഗ്രഹങ്ങളുടെ അന്തരീക്ഷം, നെബുലകൾ എന്നറിയപ്പെടുന്ന വാതക പൊടിപടലങ്ങളുടെ മേഘങ്ങൾ, ക്ഷീരപഥത്തിന് അതീതമായ ഗാലക്സികൾ എന്നിവിടങ്ങളിലെല്ലാം തന്മാത്രകൾ കണ്ടെത്താൻ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 100 വർഷത്തിനിടെ ജ്യോതിശാസ്ത്രജ്ഞർ 350ൽ അധികം തന്മാത്രകളെയാണ് കണ്ടെത്തിയത്. ഓരോ വർഷവും ഈ പട്ടിക വളരുകയാണ്. ബഹിരാകാശത്തെ നക്ഷത്രങ്ങൾക്കിടയിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും 350ൽ അധികം തന്മാത്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1937ലാണ് ആദ്യമായി ഒരു തന്മാത്രയെ കണ്ടെത്തിയത്. ഈ തന്മാത്രകളിൽ പലതും ജൈവ തന്മാത്രകളുടെ ബയോമോളിക്യൂൾസ് മുന്നോടികളാണ്. ഇത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയേക്കാം. ഇത്രയും വിദൂര സ്ഥലങ്ങളിലെ തന്മാത്രകളെ നമുക്കെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? അവിടേക്ക് പോകാൻ കഴിയില്ലല്ലോ. ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനായി വൈദ്യുതകാന്തിക ഊർജ്ജത്തിന്റെ വിവിധ തരംഗദൈർഘ്യങ്ങൾ ശേഖരിക്കുന്ന ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. പ്രധാനമായും റേഡിയോ ടെലിസ്കോപ്പുകളാണ് ആസ്ട്രോകെമിസ്ട്രിക്ക് ഉപയോഗിക്കുന്നത്. ബഹിരാകാശത്ത് വാതകങ്ങളായി തന്മാത്രകൾ കറങ്ങുമ്പോൾ അവ ഫോട്ടോണുകളുടെ രൂപത്തിൽ ഊർജ്ജം പുറത്തുവിടുന്നു. ഈ ഊർജ്ജമാണ് ടെലിസ്കോപ്പ് രേഖപ്പെടുത്തുന്നത്. ഒരു റേഡിയോ ടെലിസ്കോപ്പ് ഒരു തന്മാത്രയുടെ പ്രതീക്ഷിക്കുന്ന എല്ലാ സിഗ്നലുകളും അതിന്റെ സ്പെക്ട്രം രേഖപ്പെടുത്തുമ്പോൾ ആ തന്മാത്രയെ കണ്ടെത്തിയെന്ന് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. റേഡിയോ ടെലിസ്കോപ്പുകൾ മാത്രമല്ല, മറ്റ് ടെലിസ്കോപ്പുകളും ആസ്ട്രോകെമിസ്ട്രിക്ക് ഉപയോഗിക്കാറുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പോലുള്ള ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകൾക്ക് ഈ കണ്ടെത്തലുകളിൽ വലിയ പങ്കുണ്ട്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് പോലുള്ള ദൃശ്യപ്രകാശ ടെലിസ്കോപ്പുകളും രാസസിഗ്നലുകൾ ശേഖരിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ശക്തമായ റേഡിയോ ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ചില കണ്ടെത്തലുകൾ വേണ്ടത്ര വ്യക്തമായിരിക്കില്ല. ഈ തന്മാത്രകളുടെ സിഗ്നലുകൾ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ചില സമയങ്ങളിൽ സിഗ്നലുകൾ വളരെ മങ്ങിയതായിരിക്കും. അത് തങ്ങൾ വിചാരിക്കുന്ന തന്മാത്രകളെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്ന് ജ്യോതിശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയില്ല. കൂടാതെ ചിലപ്പോൾ നിരവധി തന്മാത്രാ സിഗ്നലുകൾ ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് വിവിധ സിഗ്നലുകൾ തമ്മിൽ കലർന്നു പോവുകയും ചെയ്യും. ഭൂമിയിലെ ജൈവപ്രക്രിയകളുമായി ബന്ധപ്പെട്ട തന്മാത്രകൾ ബഹിരാകാശത്ത് കണ്ടെത്തിയത് ആവേശം നൽകുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞർ വളരെ ജാഗ്രതയോടെയാണ് നിഗമനങ്ങളിലെത്തുന്നത്. വാൽനക്ഷത്രങ്ങളിലും മറ്റ് ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലും ജൈവ തന്മാത്രകളുമായി ബന്ധപ്പെട്ട തന്മാത്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വലിയ വാർത്തയാണ്. ഈ തന്മാത്രകൾ ജീവനുള്ള വസ്തുക്കൾക്ക് പുറത്തും നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ ശാസ്ത്രജ്ഞർ പെട്ടെന്നുള്ള നിഗമനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജാഗ്രത പാലിക്കുന്നു. ആസ്ട്രോകെമിസ്ട്രിയിലെ ഈ വളർച്ച വളരെ ആവേശകരമാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.